നമ്മുടെ ശരവന്റെ അവിടെ നിന്ന് നടന്നോണ്ടേ പിന്നെ ആ ആളെ കൊന്നിട്ടുള്ള പോത്താണ് ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ആളെ കൊന്നിട്ടുള്ള പോത്താണ്. ഇന്ന് മിക്കാറും ജല്ലിക്കെട്ട് സിനിമയാവുന്നാണ് തോന്നുന്നത്. ചേട്ടൻ പോകുന്നു. പൊളി 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 പൊളി. ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ്. നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? അപ്പോൾ ഏഴാറ്റൂക്കോട് നമ്മൾ പോവാണ്. അപ്പോൾ കുറേ ആളായി നമ്മൾ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ പോയി തകർത്ത് അടിച്ച് വാരി വരാം. നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകണം. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളായിട്ട് വീഡിയോയിലോട്ട് പോവാം. ഡിക്കിലിട്ട് അവിടെ വരാം. ഡിക്കിലിട്ട് കൊണ്ടുപോകാൻ കിടിലൻ കനാലിന്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ് റൈഡറാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ പയ്യന്മാരൊക്കെ പുറകിലുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ ഒരു വണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഏതൊക്കെ അടി കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പം എങ്ങനെ പോണേന്ന് നമുക്കറിയാൻ പാടില്ല. വേണ്ട പയ്യൻ കമൺ നമുക്ക് പോയോക്കാം. എന്താ പ്രശ്നം? ജല്ലിക്കെട്ടാ? എടാ പോത്ത് എന്താ പോത്ത് കയറി ഓടിച്ചോടിയോ? ജല്ലിക്കെട്ട് സിനിമ. ഗൈസ്, ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. പോത്ത് കയറോടിച്ചിട്ട് ഓടിയേക്കുന്നത്. നമ്മുടെ ഗൈസ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് നമുക്ക് ക്ലൂ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ആ പോത്ത് ഇത്തിരി സീനാണ്ടാ. ഒത്തിരി ഓടാൻ പറ്റില്ല. പോത്ത് വേറെ പ്രശ്നമുണ്ടോ? കറങ്ങണോക്കി ചേട്ടൻ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞു. ഗൈസ്, പോത്ത് കാണിക്കാൻ നോക്കി. ചേട്ടൻ്റെ പോത്താണോ? പറഞ്ഞാ കേൾക്കൂല. ഓഹോ, അതാ ഓടണുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പേ. പിന്നെ ആ ആളെ കൊന്നിട്ടുള്ള പോത്താണോ? ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഗൈസ്, ആളെ കൊന്നിട്ടുള്ള പോത്താണ്. ഇന്ന് മിക്കാറും ജല്ലിക്കെട്ട് സിനിമയാവുന്നാണ് തോന്നുന്നത്. നമ്മളപ്പോൾ വേറൊരു വഴി കൂടി പോകണേണ്ട, പോത്തിന്റെ അപ്പുറത്ത് കൂടി പോകാൻ പറ്റും. ഗൈസ്, ഇതേ വലിയൊരു കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടി തോട് വലിയ തോടാണ്. നല്ല വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. മോട്ടറൊക്കെ വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോണേ. ഓക്കെ, എന്നാൽ പോവാം. നമ്മളിപ്പോ ഒരു വീടിന്റെ അകത്ത് കൂടെ പോണത്. ഞങ്ങളുടെ പ്രശ്നമില്ല, മൊത്തം പ്രശ്നമാണ്. വന്നപ്പോ തൊട്ട് ജല്ലിക്കെട്ട്. അതെ, പെപ്പേനുണ്ട് പറയാ. പെപ്പെ മൊത്തം അഡ്വഞ്ചറാണല്ലോ അത്. ആകെ ജിതുവിന് മാത്രമേ വഴി അറിയുള്ളൂ കേട്ടോ. റബ്ബറും കാടിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. റബ്ബർ. ഓ എന്റെ പൊന്നെ, 1.5 വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊള്ളി. മുത്ത എങ്ങനെയുണ്ട് മുത്തേ? പൊള്ളി കാണിച്ചിട്ടാ. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റബ്ബറും കാടിന്റെ ഉള്ളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അവിടെ പോത്തിനെ കെട്ടിയാണ്. അതിൽ കൂടി പോവാ. ഷായർ ഏതാണ്ട് നേരത്തെ വന്നേക്കണ പോലെ ഇറക്കി പോകണ്ട് ഗൈസ്. അതെ, എല്ലാരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക.
എടാ അവനെ അതിൽ കൂടെ പോയത് കഴിച്ചത് ഷാർഷ അതിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ പയ്യൻ്റെ നമുക്ക് വേണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ് കണ്ടാ, അതിന്റെ ഇടയിലൊരു വ്ളോഗ്. ഗൈസ് അങ്ങനെ നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്ക് എത്തി. എങ്ങനെ ഉണ്ടാ കിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്ഥലം. ഗൈസ് മൊത്തം പാറക്കല്ലാണ് കണ്ടാ, നമ്മൾ അതിൽ കൂടെയാണ് വന്നേട്ടാ. വെള്ളം കുറവാണ്, നമുക്ക് വെള്ളം അത്യാവശ്യം വന്ന സ്ഥലം തപ്പി കണ്ടുപിടിക്കാം അല്ല ജിതു മോനെ. അപ്പോൾ ഗൈസ് ഞങ്ങളത് ഇവിടെ ഒരു കിടിലൻ സ്ഥലത്ത് എത്തിയേക്കുന്നതാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചാലക്കുടി വഴിയാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല, നമ്മൾ അടിപൊളി ഒരു സ്ഥലം നമ്മുടെ ജിതുവിനെ അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒന്നാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട കൈയൊക്കെ വെറുതെ ഒരു രക്ഷയില്ല. അവിടെ ഒരു മല കാണാം. ഇവിടെ അടി വേണ്ട വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതെ ശരവണ്ണ കിടന്നത് ശൈന പ്രദർശനം അടിക്കണതാണ്. നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞാൽ അപ്പൂസും ഉണ്ട് അവിടെ. അതെ മുത്ത് വെള്ളം കിട്ടുന്നുണ്ട്. അതെ ജിദ്ദു അനന്തു അപ്പോൾ അൻസാറ് ഇതേ സമ്മത് എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ 2 പയ്യന്മാരിത് ഒരുത്തനാണ് ഇപ്പം നീന്തി കളിക്കണ്ട്. ലുക്കൻ്റെ അവിടെ മരം പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരവണ്ണൻ്റെ അവിടെ നിന്ന് നടന്നുകൊണ്ടാ മൊത്തം ഉരുളങ്കല്ലാണ്. മീനൊക്കെ ഉണ്ട്, ചെറിയ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കഴിച്ചാൽ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ചാടിക്കോ പൊളി 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 പൊളി. അവരെ ഒന്നും പറയാല്ല, കിടിലൻ സ്പോട്ട് എന്ന് പറയുന്നത് 1.5 സ്പോട്ടാണ്. എല്ലാരും ശ്രദ്ധിച്ചോ. ഞാൻ ഇതാ ചാടാൻ പോവുകയാണ്. ചേട്ടൻ പോകുന്നു. ഗൈസ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ച് മനസ്സിലാക്കാം. വ്ളോഗർ പറയൂ, വ്ളോഗർ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടുത്തെ എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഇതുപോലത്തെ അറിയപ്പെടാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതെ കൊണ്ടുവന്ന ആളിതേ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ജിതുവാണ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മളെ പയ്യന്മാരെല്ലാവരും അടിച്ച് പൊളിച്ചോണ്ടിരിക്കണത് കാണാം. എല്ലാവരും കാണാ പൊള്ളി പൊള്ളി. അപ്പോൾ എല്ലാവരും തകർത്തോണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് എങ്ങനെ പോണേ? അതിരപ്പള്ളി. അപ്പൊ അതിരപ്പള്ളിക്ക് പോകും നമ്മള്. ഏതാ ഭക്ഷണം കഴിക്കും, അതിരപ്പള്ളിക്ക് പോകും, റിട്ടേൺ വരും, പിന്നെ വെള്ളത്തിൽ കളിക്കും. അതെ അതെ അതെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ വെള്ളം മഞ്ഞുള്ള അവിടെ മല ഉണ്ടാവും. അവിടുന്ന് മഞ്ഞുള്ളൂ, അവിടുന്ന് വെള്ളം മഞ്ഞുള്ളൂ. അപ്പൊ ഗൈസ് നമ്മളത് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇത്രയും നേരം വെള്ളത്തേക്ക് കളിച്ച് തകർത്തോണ്ടിരിക്കണായിരുന്നു. അപ്പോൾ കാലാവസ്ഥയൊക്കെ നൈസായിട്ട് മാറി. അപ്പം ഇനി നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. കണ്ടാ വാ ഗൈസ്, എല്ലാരും ഇപ്പൊ ഗൈസ് കണ്ടാ വന്ന വഴി മറന്നുപോയി ഗൈസ്. മൊത്തം ആശയക്കുഴപ്പം, വന്ന വഴി മറന്നുപോയി. ഇതിൽ കൂടെ വന്ന നമ്മള് ചാടിയ വന്ന്. അതെ അതെ ആണോ, നല്ലൊരു വഴിയാണ്. ജാതിക്ക മരമൊക്കെ ഉണ്ട് കേട്ടോ. ജാതിക്ക മരം, ജാതിക്കൊന്നും കാണല്ല. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 10:30-11 മണിയായി ഇറങ്ങിയപ്പോഴത്തേനും. ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഏഴാറ്റുമുഖത്താണ് വന്നത്. ഏഴാറ്റുമുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോണ ടൂറിസ്റ്റ് പ്ലേസിലല്ല നമ്മൾ പോയത്. നമ്മുടെ ജിതു ഉണ്ടല്ലോ, അപ്പോൾ ജിതുവിന് അറിയാവുന്ന ഒരു നൈസ് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയൂല എവിടെയെന്ന്, അതുകൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ പറയാത്തത്. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ലോക്കൽസൊക്കെ ഒരുപാട് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാ. അപ്പോൾ ഒരു സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ അതിരപ്പള്ളിയിലാണ് ഇനിയിപ്പോൾ നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് പോണത്. എറണാകുളം സൈഡിലെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡിൽ കൂടെയാണ് പോണത്. നല്ല കലക്കർ റോഡ് തന്നെ ഉണ്ടോ.
അപ്പോൾ കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിരപ്പള്ളിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് പോയതാണ്. നമ്മുടെ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ നടന്നില്ല. കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിരപ്പള്ളിക്ക് വരുന്നവർ ശ്രദ്ധയ്ക്ക് ഇലക്ഷൻ കഴിയണവരെയും അതിരപ്പള്ളിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടം വരെയും ഓടിച്ച് കയറിയിട്ട് ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഇറങ്ങി വന്ന് അവിടെ ഒന്നും എഴുതി വെച്ചിട്ട് പോലും ഇല്ല. കാര്യം നമ്മുടെ 2 വണ്ടികളിവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മളിതേ കയറാൻ വേണ്ടി പോകണേണ്ട. ഇതേ കുറേ വണ്ടികളൊക്കെ അങ്ങോട്ട് പോയിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇതേ പയ്യന്മാരൊക്കെ പോയിട്ട് റിട്ടേൺ വന്നണ്ട. ഗൈസ് ഞങ്ങളിവിടെ ഉണ്ട്. ഞാനെന്തൊക്കെ കണ്ട ഉറക്കമായി. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ലൊരു കിടിലൻ ഹോട്ടലിൽ തപ്പി. അതായത് ഹോട്ടലിൻ്റെ അകത്ത് ഇരുന്നാൽ നമ്മൾ എന്താണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുമായിരുന്നൊക്കെയാണ് വിചാരിച്ചല്ലേ ജിതു. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിൽ തപ്പിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മൊത്തത്തിൽ പരിപാടി പണി പാളി. അപ്പോൾ അതായത് നമ്മൾ പിന്നെ ഒരു ഹോട്ടലിൽ പോയി. ആദ്യമായിട്ടാണ് ഗൈസ് ചായ ഇല്ലാത്തൊരു ഹോട്ടലിൽ ഞാൻ കാണുന്നത്. ജിതു ആദ്യമായിട്ടല്ലേ കാണുന്നത്? ആദ്യമായിട്ടാണ് ചായ ഇല്ലെന്ന് ഹോട്ടൽ. നമ്മൾ ലൈറ്റായിട്ടൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാന്നല്ലാണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. അപ്പോൾ പിന്നെ പതുക്കെ നമുക്ക് എറണാകുളം പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ഏഴാറ്റുമുഖം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു നൈസ് സ്ഥലത്ത് പോയി. അതിരപ്പള്ളിക്ക് പോകാൻ പോയിട്ട് ആകെ ശോകമായി. എങ്ങനെ ഉണ്ടായിരുന്നു അതിരപ്പള്ളിക്ക് പോയിട്ടുള്ള അവസ്ഥ? ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു മൊത്തം. വളരെ മോശം പരിപാടിയാണ്. കാര്യം നമുക്ക് താഴ്ത്തുന്നൊക്കെ ഒന്നും അറിയാൻ പോലും പറ്റില്ല. വെച്ചില്ല ആവശ്യം ഉണ്ടായില്ല. ഇപ്പൊ നമ്മുടെ ഒരു വണ്ടിയുണ്ട്, 2 വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളിക്കൊക്കെ വന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയാണ്ട് അവിടെ ഓപ്പൺ ആവില്ലെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഴാറ്റുമുഖത്തൊക്കെ വന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും നമുക്ക് തരാനില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.